നമുക്കിന്ന് ഓണം സ്പെഷ്യൽ മത്തങ്ങാപ്പച്ചടി തയ്യാറാക്കിയാലോ. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ മത്തങ്ങാപ്പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേകുമ്പോഴത്തേക്ക് നമുക്കതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. മത്തങ്ങയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും കട്ട ഉടച്ച് വെച്ചിരിക്കുന്ന 1 ബൗൾ തൈര് ചേർത്ത് കൊടുക്കാം. കഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിനെ കടുക് താളിക്കാം. കടുക് താളിക്കാനായി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.